ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. പറ്റിച്ച് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന വിഭവം ഒരു ഫിഷ് റെസിപ്പിയാണ്. ഇതേ നമ്മുടെ നെയ്മീൻ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊരു 1-200 ഗ്രാം തൂക്കമുള്ള മീറ്റ് മാത്രമാണിത്. ഇത് നമുക്ക് ഫിംഗർ ചിപ്സ് എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നോക്കാം. ഫിഷ് ഫിംഗർ ചിപ്സ്. ഓക്കെ, നമുക്ക് അതിന് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മുടെ വിരലിൻ്റെ വലുപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, നമുക്കിതുപോലെ ഫിഷിൻ്റെ ഈ മീറ്റ് ഇത് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, നമ്മൾ ഫിഷ് കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് അതിനകത്തോട്ടുള്ള ചേർക്കേണ്ട പൊടികളൊക്കെ നമുക്ക് ചേർക്കാം. നമുക്കൊരു സ്പൂൺ കുരുമുളക് പൊടി ഇടാം. 1.5 സ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ, ഒരു സ്പൂൺ മുളക് പൊടി. പിന്നെ നമുക്ക് വേണ്ടത് ഉപ്പ് ഇട്ട് കൊടുക്കാം. കല്ലുപ്പ് പൊടിച്ചാണ് അതാണ് ഉപയോഗിക്കുന്നത്. ഇഞ്ചി പേസ്റ്റ്, നമുക്കൊരു ചെറുനാരങ്ങ, ഒരെണ്ണത്തിൻ്റെ നമുക്ക് ചെറുനാരങ്ങ ഒഴിക്കാം. പിന്നെ നമുക്കൊരു മുട്ട വെള്ള മാത്രം മതി നമുക്ക്. ഇനി നമുക്ക് ഒരു 2 സ്പൂൺ കോൺഫ്ലവർ, ഇത്രയും മതി. ഇത് നമുക്കെല്ലാവരും ഒന്ന് പിടിപ്പിക്കാം. ഓക്കെ, നമ്മുടെ ഫിംഗർ ഫിഷ് ചിപ്സിനുള്ള നമ്മൾ പൊടികളൊക്കെ ചേർത്ത് എല്ലാവരും പുരട്ടി നമ്മൾ ഒരു അരമണിക്കൂറോളം ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. നമുക്ക് അപ്പോഴേക്കും മറ്റുള്ള സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കണം. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. ഓക്കെ, നമ്മുടെ ഫിഷൊക്കെ നല്ലോണം മാരിനേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, സ്റ്റവ് എത്തിക്കാം. ഓക്കെ, നമുക്കിതേ പാത്രം ചൂടായിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. ഓക്കെ, നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിത് എല്ലാവരും ഒരു എണ്ണ എടുത്ത് ഓക്കെ, നമുക്കിത് നല്ലോണം മൊരിഞ്ഞ് വരുന്നവരെ ഒന്ന് വേവിച്ച് കൊടുക്കാം കേട്ടോ. ചിലതൊക്കെ വിട്ടു, പക്ഷേ ആ മീനിൻ്റെ സോഫ്റ്റ്നെസ് കൊണ്ടാണത്. വേറൊരു മീനും ഇതേപോലെ ചെയ്യാൻ വലിയ പാടാണ്. നെയ്മീനാണ് ഏറ്റവും ഫിംഗർ ഫിഷ് ചിപ്സിന് ഏറ്റവും നല്ലത്. ഹോട്ടലുകൾ 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ ഇതാ ചെയ്യുള്ളൂ, ഇതാ പറ്റുള്ളൂ അവർക്ക്. ഓക്കെ, ഞാനിത് കണ്ടത്, ഇത് കട്ട് ചെയ്യാനും ഇതൊക്കെ കണ്ടത് ഞങ്ങൾ 22 വർഷം മുമ്പാണ്. ഞങ്ങൾ ട്രിവാൻഡ്രത്ത് നമ്മൾ ഹോട്ടലിലൊക്കെ ഫിഷ് സപ്ലൈ ഉണ്ടായി. നെയ്മീൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ട്രിവാൻഡ്രം ക്ലബ്ബും കവിത ഹോട്ടൽ, അങ്ങനെ ഹിൽട്ടൺ, അങ്ങനത്തെ ഹോട്ടലിലൊക്കെയായിരുന്നു നമ്മൾ സപ്ലൈ. അപ്പോൾ അവിടുത്തെ ഷെഫ് കട്ട് ചെയ്ത് കണ്ടിട്ടാണ് ഞാനത് ഈ സാധനം ഞാൻ പഠിച്ചത്. എനിക്കറിഞ്ഞൂടായിരുന്നു എങ്ങനെ കട്ട് ചെയ്യണം. പക്ഷേ ആൾ കട്ട് ചെയ്യണത് ഇങ്ങനെയാണ്. വട്ടം കട്ട് ചെയ്തിട്ട് ആ മീറ്റ് മാത്രമേ എടുക്കുകയുള്ളൂ. അവരുടെ നെയ്മീൻ്റെ ഏറ്റവും വലിയ പരിപാടി ഇത് തന്നെയായിരുന്നു, ഈ ഫിംഗർ ചിപ്സ്. ഹിൽട്ടൺ, ഹോട്ടൽ കവിത, പിന്നെ കുറേ ഹോട്ടൽ മറന്നുപോയി. ഇപ്പോൾ ട്രിവാൻഡ്രം ക്ലബ്ബിൽ ഉണ്ടായിരുന്നു. ട്രിവാൻഡ്രം ക്ലബ്ബിലൊക്കെ
ലാസ്റ്റ് വരെ ഞങ്ങളാണ് സപ്ലൈ ചെയ്ത് വെച്ചത്. അത് 20, 30, 40 കിലോത്തിൻ്റെയൊക്കെ നെയ്മീനൊക്കെ അമ്മ അവിടെ കൊടുത്തിട്ടുണ്ട് ആ കാലത്ത്. ഇപ്പോഴും ഉണ്ട് കേട്ടോ, ഫിഷൊക്കെ ഉണ്ട്, പക്ഷേ നമുക്ക് കിട്ടാറില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, നമുക്ക് നമ്മുടെ ഫിംഗർ ഫിഷ് റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് കോരി മാറ്റാം. ഓക്കെ, നമ്മുടെ ബാക്കിയുള്ള ഫിഷും ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഈ പൊട്ടറ്റോ ബീട്രൂട്ടും നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, നമുക്ക് ഇതിനകത്ത് ഉപ്പിട്ടില്ല, അപ്പോൾ കുറച്ച് ഉപ്പിനകത്തിട്ട് വെച്ചാൽ അതൊന്ന് നല്ലോണം പിടിച്ചോളും. ബോട്ടി കുരുമുളക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്താൽ അതൊന്ന് പിടിച്ചോളും. ഓക്കെ, നമ്മുടെ പൊട്ടറ്റോ ബീട്രൂട്ടൊക്കെ നമ്മുടെ പാകത്തിന് ഫ്രൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കത് കോരി മാറ്റാം. നമ്മുടെ അടുത്ത കൂടി ഇട്ട് കൊടുക്കാം. ഒരു ട്രിപ്പ് കൂടിയും ചെയ്യാനുള്ളതുണ്ട്. പൊട്ടിക്ക് കുരുമുളക്. ഓക്കെ, നമ്മുടെ ബാക്കിയുള്ള പൊട്ടറ്റോ ബീട്രൂട്ടൊക്കെ ഫ്രൈ ചെയ്തിട്ട് കയറേണ്ട നമുക്ക് കോരി മാറ്റാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫിംഗർ ചിപ്സ് ഒക്കെ നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ട്. ആ പൊട്ടറ്റോ ഇതൊക്കെ ബീട്രൂട്ടൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കുഞ്ഞ് മസാല കൂട്ട് നമുക്കിതിനകത്ത് റെഡിയാക്കി എടുക്കാം. നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഒരു 3-4 വലിയ സവാളയാണ് എടുത്തേക്കണത്. ഒരു 5 പച്ചവെള്ളം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതൊന്ന് വഴറ്റി കൊടുക്കണം. പിന്നെ നമുക്ക് ഇതിനകത്ത് വേണ്ടത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഇത് മാത്രം സവാളയിലൊക്കെ പിടിക്കാനുള്ള ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് എല്ലാം കൂടി ഉള്ള ചേർത്ത് കൊടുക്കാം. തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർക്കണം കേട്ടോ അതിനകത്ത്. പക്ഷെ മതിയാവും. ഇല്ലേ, ഇത്ര ഇട്ടിട്ടുണ്ട്. ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഇട്ടോളണം. വെളുത്തുള്ളിയുടെ ഉത്തും ഇതൊക്കെ ഇഷ്ടമുള്ളവർ ഇച്ചിരി കൂടുതലും, അതിഷ്ടമില്ലാത്തവർ കുറച്ചും ഒക്കെ യൂസ് ചെയ്യാം. നമ്മുടെ കുറച്ച് മല്ലിയിലൊക്കെ ഇതിനകത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് മതി. ഇതിൻ്റെ ഒരു ഫ്ലേവർ ഫ്ലേവറാണ് ഇത്. ഇഷ്ടമില്ലാത്തവർ ഇതിടണ്ട, അല്ലാത്ത ആൾക്കാർ ഇതിട്ടെന്ന് ഓർത്തുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഓക്കെ, നമ്മുടെ ഒരു സ്പൂൺ മല്ലി കൂടി ഇട്ട് കൊടുത്തേക്കാം. മല്ലിപ്പൊടി, ഒരു ഗ്രേവി ആകാൻ വേണ്ടിയിട്ടുള്ള സാധനം. ഓക്കെ, നമ്മുടെ മസാലയൊക്കെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിനകത്തോട്ട് ആദ്യം തന്നെ നമ്മൾ വറുത്ത് വെച്ചേക്കണ ഈ പൊട്ടറ്റോ ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം. നല്ലോണം ഇരിക്കാം. ഓക്കെ, നമ്മുടെ ബീട്രൂട്ടും പൊട്ടറ്റോ നമ്മൾ ആ ചെറിയായിട്ടുള്ളൊരു മസാല ഇട്ടിട്ടുണ്ട്. അതെ, നമ്മുടെ മെയിൻ സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം ഇതിനകത്ത്. ഒന്ന് മറച്ച് എടുത്ത് കഴിഞ്ഞാണ്ടല്ല നമ്മുടെ നെയ്മീൻ ഫിംഗർ ചിപ്സ് ഓക്കെയാണ്.
നമ്മുടെ ഫിംഗർ ഫിഷ് ചിപ്സ് ഓക്കെ ആയിട്ടുണ്ട്. നമുക്കത് സെർവിംഗ് പ്ലേറ്റോട്ട് മാറ്റാം. ഓക്കെ, ഇത് ഓഫ് ചെയ്യാട്ടോ. ഓക്കെ, സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരു സ്പൂൺ കൊണ്ട് നമുക്ക് മാറ്റാം. ഓക്കെ, ഇതേ നമ്മൾ പറഞ്ഞ ആ ഫിംഗർ ഫിഷ് ചിപ്സ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ നെയ്മീൻ്റെ പീസ് എടുത്തിട്ടാണ് നമ്മൾ ചെയ്തത്. അറിയാലോ, അതിനാണ് നമുക്ക് ഇത് കിട്ടുള്ളത്. ഓക്കെ, ഇത് നമുക്കൊരു കഷ്ണം എടുത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇങ്ങനെ തിന്നാൻ ഇത് കഴിഞ്ഞ ഒരു സാധനമുള്ളൂ ഫിഷിൻ്റെ. അടിപൊളി. അതുപോലെ പൊട്ടറ്റോടെ ഒരു പീസും ഒരു ബീട്രൂട്ടിൻ്റെ പീസ്. ഇല്ല പൊന്നോ, ഒന്നും പറയാനില്ല കേട്ടോ. അടിപൊളി. ഇപ്പോൾ എന്താ വേണ്ടത്, നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ നെയ്മീനൊക്കെ വിലക്കുറവാണ്. നമുക്ക് കിട്ടിയത് ഒരു 400 രൂപ 410 രൂപയ്ക്ക് നമ്മുടെ ഒരു ഫ്രണ്ട് തന്നാണ്. ഇതുപോലെ ഫിംഗർ ഫിഷ് ചിപ്സ് നമ്മൾ ഉണ്ടാക്കി നോക്കുക. ഇതൊക്കെ സിമ്പിൾ പരിപാടിയാണ്. നമ്മുടെ വീട്ടിലെ സാധനങ്ങൾ എടുത്തിട്ട് മാത്രം ചെയ്യണ ഒരു ഡിഷാണിത്. ഓക്കെ, അപ്പോൾ ഞങ്ങളുടെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. അടുത്ത വിഭവമായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഉടനെയുണ്ട്. പുറക്കും സാധനങ്ങൾ ഇങ്ങനെ റെഡി ആയിട്ടുണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാം. ഓക്കെ, ബൈ.